ഹലോ, വെൽക്കം ബാക്ക്. പിന്നെ ഇന്ന് ഞങ്ങൾ കണ്ണൂർ കോട്ട കാണാൻ വേണ്ടി വന്ന കേട്ടോ. ഇവിടെ എത്തി നോക്കുമ്പോൾ നല്ല വെയിലാണ്. അപ്പം ഫസ്റ്റ് പുറത്തുനിന്ന് തന്നെ ഇൻട്രോ എടുക്കാൻ വിചാരിച്ചു. ഇനി നമുക്ക് കാണാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ചെറിയ കുട്ടിക്ക് വെള്ളമൊക്കെ വറ്റിപ്പോയി ഗൈസ്. അതായത് അപ്പോൾ ഗൈസ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ കോട്ടയാണ്. ഞങ്ങൾ ഫുഡും കൊണ്ടൊക്കെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഫുഡ് അലൗട്ട് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കണ്ണൂർ കോട്ട. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഞങ്ങൾ ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ട് കോട്ടയ്ക്ക് അകത്തോട്ട് പോകും. അപ്പോൾ അതുവരെ ഫുഡ് കഴിക്കുന്നവരാരും കൊതി വെക്കരുത്. കഴിച്ചതിന് ശേഷം ബാക്കി ഞങ്ങൾ പറയും. അപ്പൊ ഗൈസ്, ഫുഡ് കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് മാത്രല്ല, ബാക്കി ഐറ്റംസ് അപ്പുറത്തുണ്ട്. ഇതാ നമ്മൾ ഫുഡ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഓപ്പൺ ചെയ്യുന്നത് മറ്റാരുമല്ല, നമ്മളെ കൂടെ വന്ന് റയ്യാൻ. ഇടിച്ചു നിൽക്കണം നോക്കണ്ട, തുറന്നതായ പൊത്തിപ്പിളിയാ. പൊളിക്കോ? ഇത് കൊണ്ടുവന്ന കഥു ഞങ്ങൾ പരിചയപ്പെടുത്തി. ഇതാണ് ഞങ്ങളുടെ കഥു, കണ്ണൂരിലെ സുന്ദരി. ഹായ് കഥു. ബൈ. ഇതാണ് ഞങ്ങളുടെ ഷിബിലി. കണ്ണൂർ ഷിബിലി അല്ല, കണ്ണൂർ ഷിബിലി അല്ല, കൊണ്ടോട്ടി ഷിബിലി. ഈ ഷിബിലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലതു ഭാഗത്ത് നിൽക്കുമ്പോൾ വലതു ഭാഗത്താവും, ഇടതു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇടതു ഭാഗത്താവും. അപ്പൊ തുറക്കും ഗൈസ്. വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറി ഇതാ ഫുഡിലേക്ക്. അമർത്തിയ പോലെ ഉണ്ട്. അതിന്റെ തലയാണ് കാണുന്നത്. കോയിന്റെ തലയാടി. അമേസിങ്. വേറെ കൂടുതലൊന്നും പറയാനുള്ള. ഇനി ഞങ്ങൾ കഴിക്കാം. ആവുകൾ ഇടറി തുടങ്ങി, അതുകൊണ്ട് കയ്യിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ചെന്നില്ലെങ്കിൽ അതും കിട്ടൂല. ഓക്കെ ബൈ. നക്കിയേ. പിന്നെ ഇവരാണെങ്കിൽ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്. ഫോളോ ചെയ്യണം. റൂഫ്രാസ് അണ്ടർവരെ പറഞ്ഞേ. എന്താടാ, നീ ഞങ്ങളെയൊന്നും കണ്ടില്ലേ? വല്ലതും തരണേ. യൂട്യൂബ് കമന്റ് ഇട്ടേരും ആരെങ്കിലും. ഒരു ബക്കറ്റിലൊക്കെ ചോറ് അങ്ങോട്ട് പോയാലോ? രണ്ടുപോയി. എനിക്ക് അധികം വലുതൊന്നും വേണമെങ്കിൽ ലെഗ് പീസ് മാത്രം. എനിക്ക് ലെഗ് പീസ് ആണ്. ഞാൻ തിന്നിട്ട് രണ്ടെണ്ണ ഉണ്ടാവട്ടോ. ലെഗ് ഒരു ലെഗ് എനിക്ക്, ഒരു ലെഗ് എനിക്കൊരു പീസ് തരും. അത് നമ്മളത് കഴിയട്ടെന്ന് വിചാരിച്ചിക്ക. അങ്ങനെ വിചാരിച്ച ജീവിതം മൊത്തം കഴിഞ്ഞു പോവേ. തോലെടുക്കരുത്. എന്താ ഒരു പെണ്ണും കൂടി എത്തിച്ചാരാ. എല്ലാം ഒരു പ്ലേറ്റ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇതാക്കിയത് കോട്ടൻ്റെ അകത്തേക്ക് കയറാനുള്ള പരിപാടിയിലാട്ടോ. ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങള് കോട്ടന്റെ ഉള്ളിലേക്ക് പോവുകയാണ്, പ്രവേശിക്കുകയാണ്. ഇതാക്കണ റാസി കോട്ടയിൽ കയറണ്ടെന്നായിരുന്നു കേട്ടോ പറഞ്ഞ്. ഞങ്ങളെ വ്യൂവേഴ്സിന് ഈ കോട്ടയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ച് കയറിയതാണ്. കോട്ടയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1842 സ്ഥാപിച്ച ഒരു കോട്ടയാണ് ഈ കോട്ടനെ കുറിച്ച് കറക്റ്റ് അറിയുന്നവരൊക്കെ വന്നിട്ട് എന്നെ ട്രോൾ ഇട്ടടാ. ഫോട്ടോ റാസി അടുത്ത യൂട്യൂബ് ചാനലും കൊണ്ട് ഷംന വരുന്നുണ്ട്. ഇതാണ് ഗായ്സ് കോട്ടയുടെ ഫ്രണ്ട്.
യൂട്യൂബേഴ്സ് ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ ഞാനില്ല, ഞാൻ മൊബൈലൊന്നും യൂസ് ആക്കിയില്ലല്ലോ. ഞാൻ അങ്ങനെ എടുക്കില്ല, എന്റെ മൊബൈലൊന്നും ഇല്ലല്ലോ. ഇതാക്കണ ഞാൻ ജയിലിൽ പറഞ്ഞപ്പോ നിങ്ങള് ഇതാക്കില്ല. അതാ നോക്ക്, കാണണം ഒക്കെ നിങ്ങള് കാണണം. അതാക്കണ അതാ അവിടെയൊക്കെ അവിടെ വരി കാണ്. ഓനെ ഞാൻ എടുക്കില്ലല്ലോ. എന്ത് നല്ല ഭംഗിയുണ്ട് ഗൈസ്, ഉണങ്ങിയ പുല്ലുകൾ. നാട്ടൻ റൌഫ് റാസി വീഡിയോ ഫോട്ടോഗ്രാഫി ഹലോ ഗൈസ്, നല്ല അടിപൊളി മരങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങളിത് ഫുള്ള് കുറേ കണ്ട്, വെയിലായതുകൊണ്ട് കുറേ ചുറ്റിക്കറങ്ങി അങ്ങനെ കണ്ട്, പൊരിവയിൽ കുറേ റീൽസൊക്കെ ചെയ്ത് അങ്ങനെ ഓരോരുത്തർ ഓരോ കൊമ്പത്താണ് ഗൈസ്. റാസി അതാ അവിടെ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് തിരിക്കുകയാണ് ഗൈസ്. ഏയ് മിസ്റ്റർ 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 അത് നമ്മളതല്ല ഒരുതാ. അങ്ങനെ ഞങ്ങൾ ഇതാക്കുന്ന ഇതാണ് കേട്ടോ ശൗചാലയം. ലേഡീസിൻ്റെ പുരുഷന്മാരത്തൊക്കെ ഉണ്ട്. റയാൻ തന്റെ ബാഗ് എന്റെ കയ്യിലുണ്ടോ? ഇനി കാലിക്കറ്റിലേക്ക് കൂടി വാ, നമുക്ക് സെറ്റ് ആക്കാം. എവിടെ ആണല്ലേ? അല്ല അവന്റെ അടുത്ത് പറയല്ലേ, അവൻ പറിക്കൂ. മാങ്ങ പറിക്കാൻ ചോദിച്ചാൽ മതി.
ഇവിടെ വേറെയും പറയും അല്ലേ? അതാ അതിന്റെ മുകളിൽ കയറാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കണ്ടോ ഇപ്പൊ പറയാം അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ. ആണ് ബ്രിട്ടീഷുകാരുടെ പണ്ടത്തെ ജയിലറ. എടാ മോശമാണ് ശരി. അടിപൊളി. ശബ്ദം കറങ്ങി മുടങ്ങി. വാവ് അടിപൊളി. ഗായ്സ് സൂപ്പറാട്ടോ. അടിപൊളിയാണ് കേട്ടോ ഗൈസ്. ഇതൊക്കെ കാണേണ്ടത് തന്നെ കേട്ടോ, പണ്ടത്തെ ബ്രിട്ടീഷുകാരെ കോട്ട എന്ന് പറയുമ്പോൾ. ഓ അടിപൊളിയാണ്. ഓരോരോ വാതിലുകളാട്ടോ ഇതൊക്കെ കാണുന്നത്. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവർ ഈ കളിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ അന്തം വിടണ്ട കേട്ടോ. ഇവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്. ഞങ്ങൾ റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, അതിൻ്റെ പ്രാക്ടീസിലാണ്. രണ്ടുപേര് പൊളിച്ചടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഞങ്ങൾ ബേക്കിൽ ഭയങ്കര ചിരിയാട്ടോ ഓലെ കളി കണ്ടിട്ട്. എങ്ങനെയുണ്ട് റിയാൻ, ഹൗ ഈസ് ദ എക്സ്പീരിയൻസ്? അടിപൊളി. ഇവിടെ ലാസ്റ്റ് ആയിപ്പോ എത്തിയത് അല്ലേ, കുറച്ചുകൂടെ മുന്നേ ഇവിടെ വന്നാൽ നല്ല അടിപൊളി വൈബാണ്. ഇത് എഡിറ്റ് ചെയ്തിട്ടോ ഈ രണ്ടിന്. നീ ഒറ്റ ബാത്റൂമായി ചാട്. ഇത്ര ധൈര്യമേ ഉള്ളൂ.
റാസി, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ ട്രിപ്പ്? ഹൗ ഇസ് ദ എക്സ്പീരിയൻസ്? നമ്മൾ ആരും കണ്ണൂരിൽ ഇത്ര ഒരു വലിയ രീതിയിലുള്ള ഒരു പരിപാടികൾ അല്ലെങ്കിൽ അതിന് പറ്റിയൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്ക് പറയാനുള്ളത്, കണ്ണൂർ നമുക്ക് മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അതായത് ഒരു ട്രിപ്പ് മൂഡായിക്കോട്ടെ, ഒരു റിലാക്സ് മൂഡായിക്കോട്ടെ, ഏത് രീതിയിൽ എടുത്തു കഴിഞ്ഞാലും കണ്ണൂർ നമ്മളൊന്ന് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം സ്റ്റേ ചെയ്ത് നമ്മളത് ആസ്വദിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. അടിപൊളിയാട്ടോ ഗൈസ്. പീസ്ഫുൾ ആയിട്ടുള്ള സ്പേസ് നമുക്ക്. എന്തിനായിരിക്കും മുള്ളുവാതിൽ വെച്ച്? എന്തിനെങ്കിലൊക്കെ ആയിരിക്കുമല്ലേ. പീരങ്കി ഗൈസ്, ഇത് ബോംബൊക്കെ ഇടാൻ വേണ്ടിട്ടേനു അല്ലെങ്കിൽ നോക്കുന്നായിരുന്നോ? ഗൈസ്, ഞങ്ങൾ കണ്ണൂർ കോട്ടയൊക്കെ കണ്ടിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതാണ് കേട്ടോ. കണ്ണൂർ ഇത്രയൊക്കെ അടിപൊളി സ്ഥലങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ പോകുമ്പോഴാണ് അറിയുക. കാരണം നമ്മൾ അത്ര പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നേ. എന്താ കഴിക്കുന്നത്? എന്തൊക്കെ തരം വിഭവങ്ങളാണെന്നറിയോ നമ്മളെ കഥ ഉണ്ടായിക്കൊണ്ടുവന്ന്. അതല്ല വേറൊന്നുമില്ലേ? തനിക്കല്ലേ കണ്ണൂരിലെ ഞങ്ങളൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഉച്ചക്കുള്ള ഫുഡ് അവളെ വകയായിരുന്നു, മന്തിയായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഈവനിങ്ങിലേക്കുള്ള സ്നാക്സും അവൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി കടികളുണ്ടായിരുന്നു, അതൊന്നും ഇതിലെടുക്കാൻ പറ്റിയില്ല. ഇതാക്കുന്നത് ഞങ്ങൾ തിരിച്ച് പോരുക കേട്ടോ. ട്രെയിനിൽ അമ്മാതി തിരക്കാട്ടെ. ഇവർ 4 പേര് ബോഗിയിൽ ഏറ്റവും മുകളിലേക്ക് കയറി. പക്ഷേ എനിക്ക് അങ്ങോട്ട് പറ്റി പിടിച്ച് കയറാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ താഴെ തന്നെ നിന്ന്. അങ്ങനെ ഇതാക്കുന്നത് ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ. അടിപൊളി ഇന്നത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ച് ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്.